പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ പേരിൽ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ, അഭിസംബോധനയും കർത്താവിനിക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ ആശ, ശത്രുവിൻ്റെ പ്രതീക്ഷകൾ, ദൈവജനത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് ശത്രുവിൻ്റെ പ്രതീക്ഷകൾ നിഷ്ഫലമായി, അവൻ്റെ പ്രവർത്തികൾ നിഷ്ഫലമായി പോകും. കുടുംബങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, സഭകളെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് അവനൊരുക്കിയ ചില പ്രവർത്തികൾ, അവനൊരുക്കിയ ചില പ്രവർത്തന മേഖലകൾ അത് നിഷ്ഫലമായി പോകുന്ന സമയങ്ങളാണെന്ന് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇന്നലകളിൽ നേരിട്ട പ്രതിസന്ധികളെ കണ്ടപ്പോൾ, ഇന്നലകളിൽ ഏറെക്കാലമായി അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലങ്ങളെ അവർ വീണ്ടും കാണും, വീണ്ടും അനുഭവിക്കുമെന്നുള്ള ഒരു പ്രതിസന്ധി ഘട്ടം അവരുടെ മുൻപിൽ വെളിപ്പെട്ടു വരുന്നു എന്നവർ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർ ഏറ്റവും ഭയപ്പെടുകയാണ്, ഏറ്റവും നിലവിളിക്കുകയാണ്. അവർ ഇന്നലകളിൽ അനുഭവിച്ച പ്രതിസന്ധികൾ കണ്ടപ്പോൾ അവർ ഭയപ്പെടാൻ തുടങ്ങി. പ്രിയരെ, വേദനാജനകമായ പ്രതിസന്ധികൾ ഇന്നലകളിൽ അനുഭവിച്ചവരാണെങ്കിൽ, അനുഭവിച്ചു തുടർന്നു പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ, അതൊന്ന് മാറി ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അനുഭവത്തിലേക്ക് വരുമ്പോൾ സന്തോഷം ഉദിക്കാറുണ്ട്, സന്തോഷം വെളിപ്പെടാറുണ്ട്. എന്നാൽ ഇന്നലകളിൽ കണ്ട പ്രതികൂലത്തിൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ വീണ്ടും വരുന്നു എന്ന ചിന്തകളിലുണ്ട്. അപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിഷയങ്ങൾ കണ്ണാലെ കാണുമ്പോൾ വളരെയേറെ ഭയവും വളരെയേറെ ഭീതിയും ഉളവാകാറുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സഹജമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വലിയ രോഗം ശക്തമേറിയ ഒരു രോഗം ശരീരത്തിൽ അനുഭവിച്ചു, പ്രാർത്ഥിച്ചു, മെഡിസിൻ ചെയ്തു, കർത്താവിൻ്റെ കൃപയാൽ അതിനൊരു ഭേദമാറ്റം വന്നു. പക്ഷേ അത് കുറച്ച് നാളുകൾ കഴിയുമ്പം ആ രോഗം മുഴുവനായി നമ്മുടെ ശരീരത്തിൽ നിന്നും മാറി. എന്നാലും അതിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കാണും. ഇന്ന രോഗം ഇന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു എന്നുള്ള ചിന്ത കാണും. അതിനുശേഷം ഏറെക്കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അതിൻ്റെ സിംറ്റംസ് വല്ലതും, ആ രോഗമല്ലായിരിക്കാം, ജസ്റ്റ് ഒരു സിംറ്റംസ്, നമുക്ക് തോന്നലുകളിൽ ഉണ്ടാകുന്ന സിംറ്റംസ് വല്ലതും വന്നാൽ വീണ്ടും നാം ഒരു നിഗമനത്തിലെത്തും, തകർന്നു, അവസാനിച്ചു, ഇവിടം കൊണ്ട് തീരുകയാണ്, ഇനി ആ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. എന്നതുപോലെ തന്നെ ഇതര വിഷയങ്ങളിൽ, പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, ഇന്നലകളിൽ നാം അനുഭവിച്ച പ്രതിസന്ധികളുടെ സിംറ്റംസുകൾ ഉളവായി കാണായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകളിൽ പോകുന്നത്, നാം ചിന്തിക്കുന്നത് ഇതോടെ അവസാനിക്കുകയാണ്, ഇനിയും ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു തീരുമെന്ന് ആ മിശ്രോത്രം നമ്മുടെ ചിന്തകൾ നമ്മളോട് ബുദ്ധി ഉപദേശിക്കാൻ തുടങ്ങും. ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചില ചിന്തകൾ, ചില സിംറ്റംസുകൾ കാണിച്ച് ആ മിശ്രോത്രം നമ്മുടെ ആത്മീക ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ, കുടുംബ ബന്ധങ്ങളെ ശിഥിലീകരിച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, നമ്മുടെ തലമുറകളെ, ഭാവിയെ മണ്ണിട്ടു മൂടിക്കളയുവാൻ അവൻ ഒരുക്കുന്ന ചില സിംറ്റംസുകൾ, ശത്രുവായവൻ ഒരുക്കുന്ന ചില ചിന്താഗതികളെ ജയിച്ചുകൊണ്ട് മുൻപോട്ടു പോകുവാൻ പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു. ഇവിടെ വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ അവർ ഒന്നടങ്കം നിലവിളിക്കുകയാണ്. അവർ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങുന്ന അവസ്ഥകൾ താഴോട്ടുള്ള വാക്യത്തിൽ കാണുന്നു. എന്താണ് അവിടെ വായിക്കുന്നത്? ചെങ്കടലിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവർ പുറകിൽ കാണുന്നൊരു കാഴ്ച, ഏറെ കാലമായിട്ട്, ഏറെ വർഷമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന
അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രതിസന്ധി വീണ്ടും അവരെ വലയ്ക്കുവാൻ വരുന്നൊരു കാഴ്ച അവരുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. പ്രിയരെ, ഇങ്ങനെയുള്ള ചില കേൾവികളും ചില കാഴ്ചകളും നിങ്ങളുടെ കുടുംബത്തിന് നേരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ, നിങ്ങളുടെ ജോലിക്ക് നേരെ, തലമുറകൾക്ക് നേരെ അവൻ ഉന്നയിച്ചു കൊണ്ടുവരുമ്പോൾ, അവൻ ഉയർത്തി കാണിച്ചു കൊണ്ടുവരുമ്പോൾ, ആത്മാവിൽ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ ഒന്നടങ്കം ഭയപ്പെടാനല്ല. ഇന്നലകളിൽ സ്തോത്രം ഞാൻ ഫേസ് ചെയ്ത പ്രതിസന്ധിയെ ഞാൻ മറികടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഏതു വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ മറികടക്കുവാനുള്ള ഒരു വലിയ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുമെന്നുള്ള അഭേദ്യമായ ബോധ്യത്തിൽ നാം മുൻപോട്ട് പോകുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആ 14-ാം അധ്യായം 22-ാം വേദഭാഗം ഇങ്ങനെ വായിച്ച് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, മിസ്രയീമിൽ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി കളഞ്ഞു. പ്രൈസ് ഗോഡ്. ആ 10-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു, ഫറവോൻ അടുത്തു വരുന്നത് കാണുമ്പോൾ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു. അവർ യഹോവയോട് നിലവിളിച്ചു. അവരുടെ നിലവിളി ആ സമയത്തല്ല യഹോവയായ ദൈവം കേൾക്കുന്നത്. 3-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയോട് യഹോവയായ ദൈവം പറഞ്ഞ പദമാണ്, ഇസ്രായേൽ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ആ നിലവിളി കേട്ടിട്ട്, ആ കഷ്ടത കണ്ടിട്ട് അവരെ പുറത്തു കൊണ്ടുവന്നതാണ് ദൈവം. എന്നാൽ ആ കഷ്ടത കണ്ടിട്ട് ഒരിക്കൽ പുറത്തു കൊണ്ടുവന്നിട്ട് വീണ്ടും ആ കഷ്ടതയിലേക്കും ആ പ്രതിസന്ധികളിലേക്കും തള്ളിവിടുന്നവനല്ല എന്റെ ദൈവം. ഇന്ന് പകൽ ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചില പ്രതിസന്ധികൾ നീണ്ടുപോകുന്നു, ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ മാറാതെ നിൽക്കുന്നു. അതിനൊരു സമയപരിധി എന്റെ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. ആ സമയപരിധി, ആ പ്രതിസന്ധി കാലഘട്ടത്തിന്റെ, ആ പ്രതികൂല കാലഘട്ടത്തിന്റെ ആ സമയപരിധി, ദൈവം വെച്ചിരിക്കുന്ന സമയപരിധി വെച്ച് കഴിയുമ്പോൾ, തീർന്നു കഴിയുമ്പോൾ നാം അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരും. നാം അകത്തുനിന്ന് പുറത്തു വന്നാൽ അടുത്ത സംഭവം പിന്നെ അത്ര വലിയ പ്രശ്നമോ എത്ര വലിയ പ്രശ്നമോ ആയിക്കോട്ടെ, ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ മുൻപിലും ഇടത്തും വലത്തും ഒക്കെ പ്രതിസന്ധികൾ കാണും. പക്ഷേ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനെ അത് തൊടുവാനോ അത് ഭേദിക്കുവാനോ സ്തോത്രം അതിനെ തീണ്ടുവാനോ സമ്മതിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് സ്തോത്രം ചെയ്തു. അതാണ് ഇവിടെ ഇസ്രായേൽ മക്കൾ കാണുന്നത്. ഏകദേശം 430 വർഷം അവർ അനുഭവിച്ച കഷ്ടത കണ്ടിട്ടാണ് അവരെ പുറത്തു കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ ദൈവശബ്ദം കൈമാറുമ്പോൾ നിശ്ചയമായി ഞാനൊരു പ്രവചന ശബ്ദമായി കൈമാറി മുൻപോട്ട് പോകാം. ഏറെ കാലമായി താങ്കൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ഏറെ കാലമായി താങ്കൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആ ചുമന്നുകൊണ്ട് നടക്കുന്ന പ്രതിസന്ധിയുടെ ഭാരം കൂടുന്നേ ഉള്ളെന്ന് പലപ്പോഴും നാം നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാരം കൂടുകയല്ലാതെ ഈ പ്രതിസന്ധി എനിക്ക് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന്റെ സമയപരിധിക്കുള്ളിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയപരിധിയുണ്ട്. താങ്കളെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിശ്ചയമായി ദൈവാത്മാവ് താങ്കളെ പുറത്തു കൊണ്ടുവന്നാൽ ഒരു പ്രതിസന്ധികൾക്കും പിന്നെ വിട്ടുകൊടുക്കാതെ താങ്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരവും താങ്കളുടെ കൂടെ ചലിക്കുവാനിടയായി തീരും. അതാണ് നാം വായിച്ചു കേട്ടത്. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിസ്തംഭത്തിൽ നിന്നും മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീം സൈന്യത്തെ താറുമാറാക്കി. ശത്രുവിന്റെ ചില പ്രവർത്തികൾ നിഷ്ഫലമായി പോകുന്നത് കാണാൻ പോകുന്നു. ശത്രുവിന്റെ ചില പ്രവർത്തന മേഖലകൾ പ്രവർത്തിക്കാൻ കഴിയാതെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നത് നാം കാണാൻ പോകുന്നു. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒട്ടും പുറകോട്ടും നോക്കാതെ, പുറകോട്ട് പോകാതെ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്നത്തെ ഈ പ്രതിസന്ധി, ഇന്നത്തെ ഈ രോഗം, ഇന്നത്തെ ഈ ക്ഷീണം, ഇന്നത്തെ ഈ കടഭാരം, ഇതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടും പ്രതീക്ഷയോടും
കർത്തൃസന്നിധിയിൽ മുൻപോട്ട് പോകുക. ഇന്നലകളിൽ വലച്ച വിഷയങ്ങൾ പുറകെ വരുന്നു എന്ന് നിലവിളിക്കാനല്ല, ആ വിഷയങ്ങൾ പുറകെ വന്നോട്ടെ, ഇടത്തും വലത്തും വന്നോട്ടെ, നമ്മെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. വലിയ ദൈവ പ്രവർത്തിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.